മഞ്ഞപ്പട ഇല്ലെങ്കിൽ എന്താ, അവരുണ്ടല്ലോ. ടീമിനെ വിളിച്ച് ലൂണ ചെയ്തത് ഇതാണ്. 4ാം മഞ്ഞക്കാർഡ്. ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ താരത്തിന് അടുത്ത മത്സരം നഷ്ടമാവും. വിശദ വാർത്തകളിലേക്ക് കടക്കാം. നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ നടന്ന ഒഡീഷ എഫ്സിക്കെതിരായ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ISL മത്സരത്തിൽ 2-3 ഗോളുകൾക്കാണ് കൊമ്പന്മാർ കൊച്ചിയിലെ ഹോം സ്റ്റേഡിയത്തിൽ വിജയം സ്വന്തമാക്കിയത്. മത്സരത്തിനുശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് FC ആരാധകരുടെ അടുത്തേക്ക് വൈകിന് ക്ലാപ്പിനായി നടന്നു നീങ്ങിയ ബ്ലാസ്റ്റേഴ്സ് ടീമിനെ നായകൻ അഡ്രിയാൻ ലൂണ പിന്നോട്ട് വിളിച്ചു. മാനേജ്മെന്റിന് എതിരായ ചാൻസുകൾ മഞ്ഞപ്പട പാടിയതിനാലാണ് ലൂണ ടീമിനെ കൊണ്ട് വെസ്റ്റ് ഗാലറിയിലേക്ക് നീങ്ങിയത്. വെസ്റ്റ് ഗ്യാലറിയിൽ ഉണ്ടായിരുന്ന കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധക കൂട്ടായ്മയായ കേരള ബ്ലാസ്റ്റേഴ്സ് ആർമിയാണ് ടീമിന് മത്സരത്തിനു ശേഷം വൈകിന് ക്ലാപ്പ് നൽകിയത്. ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിനെതിരെയുള്ള പ്രതിഷേധം കൂടുതൽ ശക്തിയോടെ തുടരുകയാണ് മഞ്ഞപ്പട. ഇന്നലെ ഒഡീഷയ്ക്കെതിരെ ജയിച്ചെങ്കിലും അടുത്ത മത്സരത്തിനൊരുങ്ങുന്ന കേരള ബ്ലാസ്റ്റേഴ്സിനെ ഒരു പ്രതിസന്ധി കാത്തിരിക്കുകയാണ്. 4ാം മഞ്ഞക്കാർഡ് ലഭിച്ച ബ്ലാസ്റ്റേഴ്സ് താരത്തിന് സസ്പെൻഷൻ മൂലം അടുത്ത മത്സരം കളിക്കാനാവില്ല എന്നതാണ് ബ്ലാസ്റ്റേഴ്സിനെ കാത്തിരിക്കുന്ന തിരിച്ചടി. ഒഡീഷയ്ക്കെതിരായ മത്സരത്തിൽ മഞ്ഞക്കാർഡ് ലഭിച്ച പ്രതിരോധ താരം നവോച്ച സിംഗിനാണ് സസ്പെൻഷൻ മൂലം അടുത്ത മത്സരം നഷ്ടമാവുക. ISL നിയമപ്രകാരം 4 മഞ്ഞക്കാർഡ് ലഭിച്ചാൽ ഒരു മത്സരത്തിൽ സസ്പെൻഷൻ ലഭിക്കും. ജനുവരി 18-നാണ് കൊച്ചിയിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെ ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം. ഏറെ നിർണായകമായ ഈ മത്സരത്തിൽ നവോച്ച പുറത്തിരിക്കുന്നത് ബ്ലാസ്റ്റേഴ്സിന് തിരിച്ചടിയാണ്. ബ്ലാസ്റ്റേഴ്സിന്റെ ലെഫ്റ്റ് വിങ്ങിൽ മികച്ച സംഭാവന നൽകുന്ന താരമാണ് നവോച്ച. അതേസമയം നവോച്ചയ്ക്ക് പകരം മലയാളി താരം മുഹമ്മദ് ഷഹീഫോ ഐബാൻ ദോഹ്ലിംഗോ ലെഫ്റ്റ് ബാക്കായി കളിക്കും. അതേസമയം 3 മഞ്ഞക്കാർഡുകൾ ലഭിച്ച നായകൻ ലൂണയും മധ്യനിര താരം ഫ്രെഡിയും സസ്പെൻഷൻ ഭീഷണിയിലാണ്. കൂടുതൽ കായിക വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.